പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ഈ ചാനൽ കാണുന്ന ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവന്ദനവും ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തിക്കായും നന്ദിയുണ്ട്. ഈ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുന്നത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കണം. കാരണം നമ്മൾ ദൈവവചനത്തിലുള്ള നിഷ്കളങ്കമായ നിർമ്മലമായ സത്യവചനമാണ് പറയുന്നത്. അത് ബൈബിളിലില്ലാത്ത അല്ലെങ്കിൽ ദൈവവചനത്തിലില്ലാത്ത ഒരു കാര്യവും നമ്മൾ പഠിപ്പിക്കാറില്ല. ദൈവവചനത്തിൽ ആഴങ്ങളിലുള്ള നിഴലും പൊരുളും ചേർത്തുള്ള ദൈവവചനമാണ് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ കൂടി ഞങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആദ്യമായിട്ട് ചോദിക്കുന്നു. ഇന്ന് ഒരു സിംഗിൾ സബ്ജക്റ്റുമായിട്ട് ഞാൻ കടന്നു വരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലുകളിലെ പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റുകൾ സമാഗമന കൂടാരം, ഉത്തമഗീതം, ഇറ്റ് ഈസ് ഡൺ അല്ലെങ്കിൽ ഇസ്രയേലും ലോകാന്ത്യ സംഭവങ്ങളും. അത് വളരെ വിശദമായിട്ട് ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം, കർത്താവിൻ്റെ വരവ്, ഈ വിഷയങ്ങളെ ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൂടാതെ സമാഗമന കൂടാരം തെലുങ്കിലുണ്ട്. ഇറ്റ് ഈസ് ഡൺ അല്ലെങ്കിൽ ലോകാന്ത്യ സംഭവം അല്ലെങ്കിൽ സമാപ്തമൈനതി എന്നൊരു പ്രോഗ്രാം തെലുങ്കിലുണ്ട്. ഏതാനും പ്രോഗ്രാമുകൾ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഷകളിൽ ദൈവം തന്ന കൃപയിൽ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ആദ്യമായി ചോദിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വേലയ്ക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം, സഹകരണം ഒക്കെ വേണം. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കാനും ശ്രമിക്കണം. കാരണം ഇത് അന്ത്യകാലമാണ്. പിശാച് സഭയെ തകർക്കുവാൻ നോക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭാദൂതുകൾ പഠിക്കുമ്പോൾ എല്ലാ സഭയിലും പിശാചിൻ്റെ ആധിപത്യമാണ്. അവസാന കാലമാകുന്ന ലവോദോക്യ പീരീഡിലാണ് നാം ആയിരിക്കുന്നത്. ആ ലവോദോക്യ പീരീഡിലും നമ്മൾ സമ്പന്നരായി. നിങ്ങൾ സമ്പന്നരാണ്, എനിക്കൊന്നിനും കുറവില്ല, എനിക്ക് വചനമൊക്കെ അറിയാം, നിങ്ങളുടെ ഒന്നും വലിയ വചനമൊന്നും എനിക്ക് വേണ്ട, യേശുവിനെ അങ്ങ് അറിഞ്ഞാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ഈ ഒരു ആശയത്തിൽ പിശാച് ജനത്തെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ആഴമായ സത്യങ്ങൾ പഠിക്കുവാൻ വളരെ ചുരുക്കം പേരെ ഇന്നുള്ളൂ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല. നമ്മുടെ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ ഡ്യൂട്ടിയാണ് പിതാവിൻ്റെ പിതൃസ്വത്തിൻ്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുക എന്നുള്ളത്. അതിർവരമ്പെന്ന് ഉദ്ദേശിക്കുന്ന ഉപദേശ സത്യങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനമാകുന്ന ഉപദേശ സത്യങ്ങൾ വ്യക്തമായും സൂക്ഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് നമുക്ക് പഴയതുപോലെ ഒരു ഭവന സന്ദർശനമോ വീടുകളിൽ കയറി സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇന്ന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദൈവം പുതുവഴി നമുക്ക് ഒരുക്കി തന്നു. യൂട്യൂബ് ചാനലിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും ഒക്കെ നമുക്ക് ആരുടെയും വീട്ടിൽ പോകാതെ തന്നെ അവരുടെ വീട്ടിലും മൊബൈലിലും എത്തിക്കാം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോട്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാലിലെ പൊടി തട്ടിക്കളയാനാണ്. ഓക്കെ, ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് ഞാൻ കടന്നു വരികയാണ്. തിരുവചനത്തിൽ യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു ദിവസം യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത്ര വലിയ ആഗ്രഹം ഉണ്ടായിട്ടല്ല അതിലെ പോയത്. പക്ഷേ ആ സാഹചര്യത്തിൽ അന്ന് പോകേണ്ടി വന്നു. പരിശുദ്ധാത്മാവെല്ലാം ക്ലിയറായിട്ടായിരുന്നു. കാരണം ഇസ്രയേൽ ജനവും അല്ലെങ്കിൽ യഹൂദ ജനവും ഈ ശമരിയക്കാരുമായിട്ട് അന്ന് വലിയ സമ്പർക്കമില്ലായിരുന്നു. അവർ തമ്മിൽ വലിയ കയറിയിറങ്ങലൊന്നും ഇല്ലാത്ത ഒരു കാലം. അങ്ങനെ യേശുവിന് പ്രത്യേകമായിട്ട് സാഹചര്യത്തിൽ അതിലെ പോകേണ്ടി വന്നു. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യോസേഫിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. ഈ സംഭവം സംഭവിക്കേണ്ടതിന് തന്നെയാണ് ഇത് ബൈബിളിൽ വന്നിരിക്കുന്നത്. പക്ഷേ യേശു അതിലെ പോകേണ്ടി വന്നു എന്ന് പറയാൻ കാര്യം യഹൂദന്മാരും ഇവരുമായിട്ട് സമ്പർക്കമില്ലായിരുന്നുകൊണ്ട് ആ വഴിയുള്ള യാത്രകൾ യഹൂദന്മാർക്ക് കുറവായിരുന്നു. എന്നാൽ ഈ ശമരിയ സ്ത്രീയോട് പോയി സുവിശേഷം പറയേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നതിനാൽ യേശു അതിലെ പോകുന്നതാണ്.
അങ്ങനെ ചെല്ലുമ്പോഴാണ് ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ വെള്ളം തരണമെന്ന് പറഞ്ഞ ആ സംഭവം നമുക്കറിയാം. അപ്പോൾ യേശു അവളോട് സംസാരണത്തിൻ്റെ പറയുന്നു, 16-ാം വാക്യത്തിൽ യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഈ സ്ത്രീക്ക് ഭർത്താവുള്ള സ്ത്രീ അല്ല. പക്ഷേ യേശു അവളോട് ഉടനെ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, എന്നാൽ നിനക്ക് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞ സത്യം തന്നെ. ഈ സ്ത്രീ പറയുകയാണ്, നീ പ്രവാചകനാണ്. ആക്ച്വലി ഈ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഈ സ്ത്രീ ആക്ച്വലി കല്യാണം കഴിച്ചതല്ലെന്നാണ് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും നിനക്കൊരാളുണ്ട്, പക്ഷേ നിൻ്റെ ഭർത്താവല്ല, നീ അവനുമായിട്ട് തെറ്റി നിൽക്കുക. അപ്പം ഇതിൻ്റെ ആത്മീയ അർത്ഥം ഈ ശമരിയ സ്ത്രീക്ക് ക്ലിക്കായി. അതിന് വേറെ ചില കാരണങ്ങൾ കൊണ്ട്. കാരണം യേശുവാണ് മുന്നേ നിൽക്കുന്നത്, ദൈവപുത്രനാണ്. അവിടെ ഉള്ളിൽ പ്രകാശം വന്നു. വചനം എങ്ങനെ ഗ്രഹിക്കണമെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ക്രിയ ചെയ്തു. അവൾക്ക് മനസ്സിലായി യേശു പറയുന്നത് ഒരു ആക്ഷരിക ഭർത്താവല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. അത് യേശു വ്യക്തമായിട്ട് അറിഞ്ഞല്ലോ, അപ്പം ഞാനത് അംഗീകരിക്കണം എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് സ്ത്രീ പറയുന്നു, ഒരു പ്രവാചകനാണ്. അപ്പോൾ ഈ 5 ഭർത്താക്കന്മാരാരായിരുന്നു? ഇത് അറിയാമെന്ന പലരും കാണും, എങ്കിലും അനേക വിശ്വാസികൾക്ക് ഇത് അറിയത്തില്ല. ഞാൻ പലരോടും 20, 30, 40 വർഷമായ പലരോടും ഞാൻ സിമ്പിളായ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, മുടിയനായ പുത്രൻ്റെ കഥയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. ഈ കേൾക്കുന്നവർ കിടന്ന് ഒന്ന് തപ്പും. അവസാനം ലാസ്യം പറയും, ഭാഷങ്ങ് പറ, ദേവദാസനങ്ങ് പറയുമെന്ന് പറയും. അപ്പോൾ അതിനർത്ഥം ഒരു സിമ്പിൾ കഥയാണ് മുടിയനായ പുത്രൻ്റെ കഥ. അതുപോലും നമ്മുടെ വിശ്വാസികൾക്ക് അറിയത്തില്ല. ആ നിലയിലായി നമ്മുടെ ദൈവവചന പഠിപ്പീരൊക്കെ. മുടിയനായ പുത്രൻ്റെ കഥ അറിയാമായിരുന്നെങ്കിൽ ഇത്രയും മനുഷ്യൻ കിടന്ന് തപ്പുണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും ഉപമകളിൽ അത്രേ പറഞ്ഞിരിക്കുന്നത്. കേട്ടിട്ട് കേൾക്കരുത്, കണ്ടിട്ട് കാണരുത്, കേട്ടിട്ട് ഗ്രഹിക്കരുത്, അതിനാണ് ഉപമ. പക്ഷെ ഉപമയുടെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ ദൈവകൃപയും വരവും ലഭിക്കണം. വരം ലഭിച്ചവർക്ക് ഇത് മനസ്സിലാവും. പക്ഷേ ഈ വാക്യം പോലും ഒന്ന് ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? ഈ ഉപമകൾ തരുന്നേ എന്തിനാ? നിങ്ങൾ കേട്ടിട്ട് ഗ്രഹിക്കരുത്, കണ്ടിട്ട് കാണരുത്, അതിനാ തന്നിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായി 13:16 എല്ലാം ഇതേ ആശയത്തിൽ തന്നെയാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ഗ്രഹിക്കരുത്. അതുകൊണ്ടാണ് മുടിയനായ പുത്രൻ്റെ കഥയുടെ അർത്ഥം പോലും ഇന്ന് പലർക്കും അറിയാത്തത്. മോതിരവും ചെരുപ്പുമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുക. ഓക്കെ, ഇവിടത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. അപ്പോൾ ഈ സ്ത്രീ ഇടയ്ക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആരാണ് ഈ ഭർത്താക്കന്മാർ? യോഹന്നാൻ്റെ സുവിശേഷം ഈ 4-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇസ്രയേലിന് പ്രധാനമായിട്ട് ആദ്യത്തെ നമുക്കറിയാമല്ലോ, അനേക ന്യായാധിപന്മാരുണ്ടായിരുന്നു. അതിനുശേഷം ശൗലിനെ രാജാവായിട്ട് കൊടുക്കുന്നു അവരുടെ ആവശ്യപ്രകാരം. പിന്നീട് ദാവീദിനെ കൊടുക്കുന്നു, 40 വർഷം ദാവീദ് ഭരിക്കുന്നു. അതിനുശേഷം ശലോമോൻ വരുന്നു 40 വർഷം. ഈ ശലോമോന് ശേഷം രാജ്യം 2ആയിട്ട് പിരിയുകയാണ്. ഒന്ന് രഹബയാമെന്നും 2 യോരോബയാമെന്നും പറഞ്ഞ് രാജ്യം 2ആയിട്ട് പിരിയുകയാണ്. ഒന്ന് യഹൂദ രാജ്യത്വമായിട്ട് മാറുന്നു, 2 ഇസ്രയേൽ രാജ്യത്വമായിട്ട് മാറുന്നു. യഹൂദ രാജ്യത്വത്തിൻ്റെ രാജധാനി യെരുശലേമിലായിരുന്നു. അങ്ങനെ 2ആയിട്ട് രാജ്യത്വം പിരിയുന്നു. ആ 2 രാജ്യത്വം ഇങ്ങനെ പിരിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്വങ്ങളെ യഹൂദയിൽ 20 രാജാക്കന്മാർ ഭരിച്ചു. ഇസ്രയേലിൽ 19 രാജാക്കന്മാരും ഭരിച്ചു. ഈ 19 രാജാക്കന്മാർ ഇവിടെ ഭരിക്കുമ്പോൾ യഹൂദയുടെ ആദ്യത്തെ രാജാവ് ഈ 20 പേരിൽ ശലോമോൻ കഴിഞ്ഞ് രഹബയാമാണ്. അതേസമയം ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവ് യോരോബയാമാണ്. ഇവർ 2 പേരിങ്ങനെ ഭരിച്ച് യഹൂദയിലെ 19 രാജാക്കന്മാർ ഭരിക്കുന്നു.
യഹൂദയിൽ 20 രാജാക്കന്മാർ ഭരിക്കുന്നു. യഹൂദ രാജാക്കന്മാർ ടോട്ടൽ ഭരിച്ചത് 391 വർഷമാണ്. അതേസമയം ഇസ്രയേൽ രാജാക്കന്മാർ 236 വർഷമേ ഭരിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവരുടെ രാജ്യം ശിഥിലമാകുന്നു. ഇസ്രയേലും യഹൂദന്മാരും തമ്മിൽ ദീർഘനാളുകൾ ശത്രുതയിൽ കഴിഞ്ഞു എന്ന് നമുക്ക് കാണാം. ഇസ്രയേലിലെ ഈ 19 രാജാക്കന്മാരും യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു എന്നാണ് നമുക്ക് കാണുന്നത്. എന്നാൽ യഹൂദയിലെ 20 രാജാക്കന്മാരിൽ 8 പേര് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. യോഹന്നാൻ 4:9 നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്നവിടെ പ്രസ്താവന വരുന്നുണ്ട്. മത്തായി 10:5 വരുമ്പോൾ ജാതികൾ പട്ടണത്തിൽ കടക്കാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും നിങ്ങൾ പോകണമെന്ന് യേശുക്രിസ്തു തന്നെ ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ യേശുക്രിസ്തുവാണ് നേരിട്ട് ശമര്യയിൽ കൂടി വരുന്നത്. അതിന് ചില കാര്യമുണ്ട്. യേശുക്രിസ്തുവിന് ഡയറക്റ്റ് ആദ്യം തന്നെ ഈ ശമര്യരെ പ്രതിനിധീകരിക്കുന്ന അവരോട് സംസാരിക്കണമായിരുന്നു. അങ്ങനെയാണ് അവിടേക്ക് കടന്നു വരുന്നത്. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 65 കിലോമീറ്റർ ദൂരമാണ് ഈ ശമര്യ എന്ന് പറയുന്ന പട്ടണം ഉള്ളത്. യേശു അവിടെ വരുമ്പോഴാണ് ഈ ശമര്യ സ്ത്രീയെ കാണുന്നത്. അപ്പോഴാണ് പറയുന്നത് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നുള്ള ആ പ്രസ്താവന വരുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഭർത്താവെന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് ചില മർമ്മങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഉടനെ അതിനെ ആക്ഷരികമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ. കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരാ? നമ്മൾ സഭയാണ്, നമ്മളൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മളെ എങ്ങനെയാ ഉപമിച്ചിരിക്കുന്നത്? നിർമ്മല കന്യകയോട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു മഹാവേശിയെക്കുറിച്ച് അവിടെ കാണാം. ധൂമ്രവണ്ണം അണിഞ്ഞ് വെള്ളത്തിന്മേലിരിക്കുന്ന, അതുകൂടാതെ ഒരു മൃഗത്തിന്മേലിരിക്കുന്ന മഹാവേശ്യ, മർമ്മം മഹദിയാം ബാബിലോൺ. ആ മഹാവേശി ആരാന്നുള്ളത് നമ്മളിൽ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം. അതൊരു നാമധേയ സഭയാണ്, സഭാ ലീഡറെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മത്തായി 13-ാം അധ്യായത്തിൽ അനേക ഉപമകളുണ്ട്. 7 ഉപമകളുണ്ട് പ്രധാനമായിട്ടും. ആ 7 ഉപമകളിലെ 3-ാമത്തെ ഉപമ വരുമ്പം പറയുന്നത് കടുകുമണിയോട് സാദൃശ്യം. അപ്പോൾ കടുകുമണി എന്ന് പറഞ്ഞാൽ എന്താ? അതെടുത്ത് ഒരു മനുഷ്യനിട്ടു. ആ മനുഷ്യനാരാ? ആ മനുഷ്യനായിരുന്നു കുസ്തുന്തിനോസ് ചക്രവർത്തി. അദ്ദേഹമാണ് റോമൻ ആധിപത്യം സഭയിൽ കൊണ്ടുവരുന്നത്. അതൊരു വൃക്ഷമായി അതിൽ പറവകൾ വന്നിരുന്നു. പറവകൾ എന്ന് പറഞ്ഞാൽ പിശാചുക്കളാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ എല്ലാം വാക്യങ്ങളും നമുക്ക് ബൈബിളിലുണ്ട്. ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കാൻ പോയി ഒരുവൻ. വിത്ത് ചിലത് പാറ സ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു, ചിലത് വഴിയരികെ വീണു. ഈ വിത്തെന്ന് പറയുന്നത് എന്താ? വിത്തല്ലല്ലോ, വചനമല്ലേ? യേശുക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അത് വിത്തല്ല, അത് വചനമാണ്. അത് യേശുക്രിസ്തുവാണ് ആ വചനം വിതച്ചത്. 4-ാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ 3 പറ മാവിൽ പുളിപ്പ് ചേർത്ത് അത് മുഴുവൻ പുളിച്ചുപോയി. ആ 3 പറ മാവ് എന്തുവാണ്? പുളിപ്പെന്തവാണ്? അത് സഭയിൽ റോമൻ ആധിപത്യം കയറി ഈശബേലിൻ്റെ ഉപദേശം വന്നതാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലെ സഭാദൂതുകൾ ചേർത്ത് പഠിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ കാണുന്ന വാക്കുകൾക്കെല്ലാം ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഈ ശമരിയ സ്ത്രീയോട് പറയുന്നത്, നിൻ്റെ 5 ഭർത്താക്കന്മാർ പറയുന്നത് അത് ആത്മീയ അർത്ഥത്തിലാണ് കാണേണ്ടത്, ആക്ഷരിക അർത്ഥമല്ല അവിടെ വരുന്നത്. അപ്പോൾ അവളോട് പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ആരാണ് ഈ ഭർത്താവ്? ഈ ഭർത്താവ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഹോശയ്യായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വ്യവഹരിപ്പീൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ, അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. നിങ്ങളുടെ അമ്മ ആരാ? അമ്മയെന്ന് പറയുന്നത് ഇസ്രയേല്. ഇസ്രയേലിനോട് വ്യവഹരിപ്പീൻ, ഞാൻ അവളുടെ ഭർത്താവുമല്ല. ദൈവം അവളെ ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ കാര്യം അതിൻ്റെ 7-ാം വാക്യത്തിൽ താഴോട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയട്ടെ. അവൾ ജാരന്മാരെ പിന്തുടർന്നു, എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല. അവൾ അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല താനും. അപ്പോൾ അവൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും, ഇന്നത്തേക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും. ഈ ഇസ്രയേല് ആരുടെ ഭാര്യയായിരുന്നു? യഹോവയാം ദൈവത്തിൻ്റെ ഭാര്യയായിട്ടാണ് സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് പറയുന്നത്. ഈ ഇസ്രയേല് ദൈവം വെറുത്തു. കാരണം എന്താ? അവള് ജാരന്മാരെ പിന്തുടർന്നു, ചില വിഗ്രഹാരാധനയുടെ പുറകെ പോയി. കാരണം ആഹാബിൻ്റെ ഭാര്യ ഈശബേല്, ശലോമോൻ്റെ മിശ്രൈമ ഭാര്യ, ഇവരെല്ലാം അനേക അവരുടെ നാട്ടിലെ ദേവന്മാരെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു.
അങ്ങനെ ഇസ്രയേലെല്ലാം പെട്ടെന്ന് വിഗ്രഹാരാധനയിലേക്ക് മാറി. കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ ജിന്നിലുള്ള ഒരു സ്വഭാവമാണ് എന്തെങ്കിലും ഒന്ന് മുന്നിൽ കണ്ടു വേണം ആരാധിക്കാൻ. അങ്ങനെയാണ് യോസഫിൻ്റെയും മറിയയുടെയും ഒക്കെ ഫോട്ടോ ദൈവങ്ങളായിട്ട് നമ്മുടെ മുൻപിലേക്ക് വന്നത്. അത് പിശാച് കൊടുത്തിരിക്കുന്ന ഒരു തന്ത്രമാണ്. ഇവളോട് പറയുകയാണ്, അവൾ ജാരന്മാരെ പിന്തുടർന്നു. അതുകൊണ്ട് അവൾ പറയുകയാണ്, ഞാൻ ആദ്യത്തെ ഭർത്താവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോവും. ആദ്യത്തെ ഭർത്താവ് ആരാ? യഹോവയാം ദൈവമാണ് ഇവരെ സൃഷ്ടിച്ചത്. ഇവർ ദൈവത്തെ അറിഞ്ഞിരുന്നു, ഇവർക്ക് ന്യായപ്രമാണം കൊടുത്തിരുന്നു, അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു. എന്നാൽ ഗ്രാജുവലി പല പ്രലോഭനങ്ങളാൽ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയി. ദൈവം പറയുകയാണ്, അവൾ എൻ്റെ ഭാര്യയല്ല. യിരെമ്യാ പ്രവചനം 3:8 വരുമ്പോൾ, വിശ്വാസത്യാഗിനിയായ ഇസ്രയേൽ വ്യഭിചാരം ചെയ്തതു ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണ പത്രം കൊടുത്തത്. ഇസ്രയേൽ വിശ്വാസത്യാഗം സംഭവിച്ചു. ഒരു നിർമ്മല ഭാര്യയായി ഒരു ഭർത്താവിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ട ഇസ്രയേൽ, സിംബോളിക്കായിട്ട് പറയുകയാണ്, ആ ഇസ്രയേൽ എന്ത് ചെയ്തു? എന്നെ അവിശ്വസിച്ചുകൊണ്ട്, എന്നിൽ വിശ്വാസമർപ്പിക്കാതെ എന്നെ കബളിപ്പിച്ച് ഇവൻ അനേകം വിഗ്രഹങ്ങളുടെ പുറകെ പോയി. അപ്പോൾ ഞാൻ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുത്തു. 9-ാം വാക്യം, മനോലാഘവത്തോടെ ചെയ്ത് അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി. കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു. ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. കാരണം ഈ കപടത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവരുമുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. യഹൂദ ദൈവത്തിലൊക്കെ കുറേ ആരാധിച്ചു, അവരും കുറേ വിഗ്രഹങ്ങളുടെ പുറകെ പോയി. പക്ഷേ ഇവർ പൂർണ്ണ ഹൃദയത്തോടല്ല എൻ്റെ അടുക്കൽ വന്നത്. മോസ്റ്റ്ലി അതിനകത്തും നല്ല ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും കപടത്തോടൊക്കെ ആരാധിച്ചെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 12-ാം വാക്യത്തിൽ, വിശ്വാസത്യാഗിനിയായ ഇസ്രയേലെ മടങ്ങി വരുക എന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല. ഇവിടെ ദൈവത്തിൻ്റെ മഹാമനസ്കൃതിയാണ് കാണുന്നത്. ഇത്ര വലിയ പാപം ചെയ്ത് ഉപേക്ഷണപത്രവും കൊടുത്ത് ഇവരെ ഡൈവോഴ്സ് ചെയ്ത ഈ ഇസ്രയേലിനെ വീണ്ടും പറയുകയാണ്, നീ മടങ്ങി വാ, ഞാൻ നിന്നോട് ക്ഷമിച്ചുതരാം. അതൊരു മറ്റൊരു മർമ്മമാണ്, അല്ലെങ്കിൽ ഒരു ആഴമുള്ള വചനമാണ്. ആ സബ്ജക്റ്റ്, നീ മടങ്ങി വന്നാൽ യേശുവിന് സ്വീകരിക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പം തൽക്കാലം ഞാൻ ഈ 5 ഭർത്താക്കന്മാരിൽ നിൽക്കുകയാണ്. യെശയ്യാവ് 50:1, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ല, എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ആരെ? ഇസ്രയേൽ. നിങ്ങളുടെ അമ്മയാകുന്ന ഇസ്രയേൽ. അത് ഗലാത്യലേഖനത്തിലേക്ക് പോകണം. ഈ അമ്മ ആരാന്നുള്ളത് പഠിക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അമ്മ, കാരണം അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അവൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അപ്പോൾ ഇസ്രയേൽ യഹോവയാം ദൈവത്തിൻ്റെ ഭാര്യയായിരുന്നു. ഇസ്രയേലിൻ്റെ ഭർത്താവായിരുന്നു യഹോവയാം ദൈവം. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് ഭർത്താവ്, ആത്മീയ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇതാർക്ക് മനസ്സിലായി? ശമരിയ സ്ത്രീക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. ആദ്യം അവൾക്ക് സംശയം വന്നു. അപ്പോഴാണ് അവൾ പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല, ഞാൻ വിവാഹം കഴിച്ച ഒരു പാർട്ടിയേ അല്ല, പിന്നെന്താ ഇങ്ങനെ, അങ്ങൊരു പ്രവാചകനാണല്ലോ എന്നോടങ്ങനെ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തു. യേശു പറയുന്ന കാര്യം, യേശുവിനെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ യേശു ഒരു പ്രത്യേക ആളാണെന്നും ജ്ഞാനിയാണെന്നും ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും ഒക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾ സ്ട്രൈക്ക് ചെയ്തു, ഇതെൻ്റെ ആക്ഷരിക ഭർത്താവിനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത്. അതാണ് അവൾ പറയുന്നത്, കറക്റ്റാണ്, നീ പ്രവാചകനാണെന്ന് പറയുന്നത്. ഇവിടേക്ക് അശൂർ രാജാവ് കടന്നു വരുന്നുണ്ട് യുദ്ധത്തിനായിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം അശൂർ രാജാവ് കടന്നു വന്ന് ഈ ഇസ്രയേലിനെ തോൽപ്പിച്ചിട്ട് 2 രാജാക്കന്മാർ 17:21 അശൂർ രാജാവ് അവിടെ പാർപ്പിച്ച അന്യജാതികളുടെ വിഗ്രഹദേവന്മാരെ ശമര്യർ സേവിപ്പാൻ തുടങ്ങി എന്ന് 2 രാജാക്കന്മാർ 17:29 നമുക്ക് കാണാം. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവരെ എത്ര ദേവന്മാരെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അവിടെ പ്രതിഷ്ഠിച്ച ദേവന്മാരുടെ പേരുകൾ ഇവിടെയുണ്ട്. ആ പേരുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ബാബേൽക്കാർ, കൂതക്കാർ, അവര്യക്കാർ, ഹാമാത്തുകാർ, സെഫരിയംകാർ, ഇങ്ങനെ 5 ദേശക്കാർ ശമരിയയിൽ ഇവർ പാർപ്പിച്ചു. ആര്? ഈ അശൂർ രാജാവ് ഇവരെ കൊണ്ടുവന്ന്, അശൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചു.
അപ്പോൾ ഇവരെ ഓരോ 4 പ്രത്യേക പട്ടണങ്ങളോ ഗ്രാമങ്ങളിലോ പാർപ്പിച്ചിട്ട് അവർക്കവിടെ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ വലിയ മന്ദിരങ്ങൾ പണിത് അതിനകത്ത് നമ്മുടെ ബാബിലോണിലെ സേവയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് ഇവിടെ പാർക്കുന്ന ഈ യൊരോബെയാമിൻ്റെ പാർട്ടികളെയെല്ലാം ആ യഹൂദ 10 ഗോത്രങ്ങൾ അവിടെ പാർക്കുന്നത്. ഈ 10 ഗോത്രങ്ങളെ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറ്റണം. പിശാചിൻ്റെ വലിയൊരു തന്ത്രമായിരുന്നു അവരെ വിഗ്രഹാരാധികളാക്കണം. അങ്ങനെ 17-19 നമുക്ക് വരുമ്പോൾ ബാബേൽക്കാർ സുക്കോത്ത് ബെനോത്തിനെ ബാബിലോണിയർ ആരാധിച്ചിരുന്ന ഒരു ദേവൻ്റെ ഭാര്യയായിരുന്നു. അവളെയാണ് ഇവിടെ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി കൂതക്കാർ നെർഗാലിനെ കൊണ്ട് പാർപ്പിച്ചു. ഈ നെർഗാൽ എന്ന് പറഞ്ഞാൽ ഒരു ദേവനാണ്. യുദ്ധം, വേട്ട എന്നിവയ്ക്കായിക്കൊക്കെ ഒരു ദേവനാണ്. രോഗം അയക്കും. ഒരു ദേശത്തെയൊക്കെ തകർക്കണമെങ്കിൽ കൊറോണ ഉള്ള രോഗാണുക്കളൊക്കെ അയക്കുമെന്നാണ് ഈ ദേവനെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസം. ഹാമാത്തുകാർ അശീമയെ ഉണ്ടാക്കി. അശീമ ദേവതയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആക്ച്വലി ഈ വിഗ്രഹാരാധന വരുന്നത് നിമ്രോദിൽ നിന്നും നിമ്രോദിൻ്റെ ഭാര്യയായ സെമീറാമസിൽ നിന്നുമാണ്. അപ്പോൾ പല സ്ഥലത്തും ഒരു ഭർത്താവും ഒരു സ്ത്രീയും കൂടെ അല്ലെങ്കിൽ ഒരു ഭാര്യയും കൂടെ ചേർന്നായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത്. ഈ നിമ്രോദാണ് സെമീറാമസിനും പിന്നെ ഒരു കുഞ്ഞുണ്ടാകുന്നു. അതാണ് തമ്മൂസ് എന്ന് ബൈബിളിൽ പറയുന്നത്. ഇരമ്യാപ്രവചനത്തിൽ നമുക്കത് കാണാം. അതുപോലെ തന്നെ ഈ സെമീറാമൈസാണ് ആകാശറാണി. അപ്പോൾ ഈ ആകാശറാണിയും തമ്മൂസും ചേർന്നുള്ള ഒരു വലിയ പരമ്പരയാണ് പിന്നെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള സകല ദേവീദേവന്മാരിലുമുള്ളത്. അപ്പോൾ പല സ്ഥലത്തും 2 ദേവന്മാരുടെ ഒരു ദേവൻ്റെ ദേവിയുടെയും പേര് പറയും. കാര്യം അവർ ഭാര്യയും ഭർത്താവുമാണ്. അവരാണ് ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശ്വാസികളെയൊക്കെ അടക്കി ഭരിക്കുന്നത്. ഔവക്കാർ നിബ്ഹാസിനെയും തർത്തക്ക് ദേവത ഇവരെയാണ് അവിടെ പ്രതീക്ഷിച്ചത്. ഔവർക്കാർ അവർ കൊണ്ട് പാർപ്പിച്ച ആ ഗ്രാമത്തിൽ അതിനെയായിരുന്നു പ്രതീക്ഷിച്ചത്. സെഫരിയംകാർ സെഫരീം ദേവനെ അവിടെ പ്രതീക്ഷിച്ചു. അതിന് ആദ്രമലേക്കെന്നും അനമലേക്കെന്നും ഒക്കെയുള്ള പേര് കൊടുത്തു. ഇവർ ദേവന്മാരായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ദേവന്മാർക്ക് അവർ ബലി അർപ്പിക്കുമായിരുന്നു. അഗ്നിപ്രവേശം വെച്ചാൽ അഗ്നിയിലേക്കിട്ട് ചുട്ടുകരിച്ച് ഈ ദേവന്മാർക്ക് ബലി അർപ്പിക്കുമായിരുന്നു. ഇതാണ് 5 ദേവന്മാരെ ശമരിയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. ഈ 5 ദേവന്മാരെ ശമര്യരെല്ലാം, ശമര്യരെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഗോത്രത്തിലെ 10 ഗോത്രങ്ങളിൽ ആ 10 ഗോത്രങ്ങളിലെ മോസ്റ്റ്ലി ആൾക്കാരും ഈ വിഗ്രഹാരാധനയിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോഴാണ് ആ രാജ്യത്തിലുള്ളവർ ഇവരുമായിട്ട് സംസർഗമില്ലാതായി, അവരുമായിട്ട് മിണ്ടത്തില്ല, അവരോട് കയറ്റിയിറക്കമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരിക്കൽ അവിചാരിതമായിട്ട് യേശുവോടെ പോകേണ്ടി വന്നു. പക്ഷേ വന്നതിനകത്തൊരു മർമ്മമുണ്ട്. കാരണം ഡയറക്റ്റ് ഇവരോട് പോയി ചില കണക്ക് ഇത് പറയണമായിരുന്നു. ഞാനാണ് രക്ഷകനായി നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയി എന്നെ ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങളുടെ ദൈവം പറഞ്ഞ ആ പ്രവാചകൻ, ആ രക്ഷകൻ ഞാനാണ്. എന്നോട് നീ വെള്ളം ചോദിച്ച് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ദാഹിക്കയില്ല. അതാണ് ഞാൻ കൊടുക്കുന്ന വെള്ളമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിനെ ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിലൊരു കൂട്ടരാണല്ലോ നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർ. ഞാനൊരു കാര്യസ്ഥനെ അയക്കും, എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട് തൊട്ട് താഴത്തെ വാക്യം, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ. അതാണ് ഞങ്ങളുടെ ബൈബിളിൽ പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന പെന്തക്കോസ്ത് നാളിൽ വന്ന പരിശുദ്ധാത്മാവ്. ആ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ത്രിത്വ ദൈവം. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എൻ്റെ ഇസ്ലാമിക സഹോദരന്മാർ റൂഹ എന്ന് പറയുന്നത്. മറിയം റൂഹയാൽ ഗർഭിണിയായെന്ന ആ റൂഹയെ ഞങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി, ഭൂമിയിലുള്ള ക്രിസ്തീയ എന്ന് പറഞ്ഞാൽ വേർപെട്ട ദൈവസഭയ്ക്ക് വേണ്ടി, കളങ്കമില്ലാത്ത ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം വിട്ടതാണ് ഈ പരിശുദ്ധാത്മാവിനെ. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്നൊരു പദം പറഞ്ഞു. അത് പരിശുദ്ധാത്മാവാന്നുള്ളത് ബൈബിളിൽ പല സ്ഥലത്തുമുണ്ട്. സത്യത്തിൻ്റെ ആത്മാവാകുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യസ്ഥൻ എന്ന പദം മാത്രം എടുത്തിട്ട് ബൈബിൾ അറിയാൻ വയ്യാത്തവരെ തെറ്റിക്കാൻ വേണ്ടി അവർ പറയുകയാണ് ഈ കാര്യസ്ഥനാണ് മുഹമ്മദ് നബിയായിട്ട് വന്നതെന്ന്. എൻ്റെ ദൈവമക്കളെ, അങ്ങനല്ല. നിങ്ങൾ അന്ധകാരത്തിലേക്ക് പോകരുത്. പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പല സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു വാക്യം മാത്രം എടുത്ത കാര്യസ്ഥൻ മുഹമ്മദ് നബിയാണെന്ന് പറയരുത്. അങ്ങനെയല്ല കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്ന് സഭയെ ഇനാഗുറേറ്റ് ചെയ്തു, അഭിഷേകം ചെയ്തു. ആ ആത്മനിറവിലാണ് ഇന്നത്തെ വേർപെട്ട
പ്യുവർ ദൈവസഭ മുൻപോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ 5 ദേശക്കാരെ, 5 നാട്ടുകാർ, 5 അശൂരിൽ നിന്ന് വന്ന 5 ജാതിക്കാർ അവരവരെ ആരാധിച്ചിരുന്ന ദേവന്മാരെ ഇവിടെ കൊണ്ടപ്പാർപ്പിച്ചു. എങ്ങനെ ഈസബേല്, ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന ഈസബേല് സോറിലെ ബാലിനെയും മറ്റും കൊണ്ടുവന്ന് ഇസ്രയേലിൽ സ്ഥാപിച്ചുവോ, അതുപോലെ ഇവർ ഈ ജാതികൾ, ഈ 5 ജാതിക്കാർ അവരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവിടെ വലിയ മന്ദിരമൊക്കെ പണിത് അതിനകത്ത് ഭയങ്കര പ്രതിഷ്ഠയും ഭയങ്കര ആരാധനയും ഉത്സവങ്ങളും ചെണ്ട കൊട്ടുന്ന ദിവസം എല്ലാം കള്ളു കുടിച്ചാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ചെണ്ട കൊട്ടുകാരെല്ലാം മിക്കവാറും ഒക്കെ അല്പം വെള്ളം അടിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെണ്ട കൊട്ടി മണിക്കൂറിൽ നിൽക്കാൻ പറ്റത്തില്ല, പോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് ഇവർ വലിയ ഉത്സവങ്ങൾ ആചരിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പം നിനക്കൊരുത്തനുണ്ട്, അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവരും കുറച്ച് ഒതുങ്ങിപ്പോയി അവസാനം വന്നപ്പം. അവർ ശരിക്കൊന്നും ഇപ്പം വിശ്വസിക്കുന്നില്ല, ചുമ്മാ പോവും, ഒരു നേർച്ചയൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവും, വലിയ വിശ്വാസമൊന്നുമില്ല, കാരണം മടുത്തു. അങ്ങനെ കാരണം അത് പറയുന്നുണ്ട്, ഇസ്രയേലേ, നീ ഇവരെ മടുത്തിട്ട് മടങ്ങി വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കും. അവൾ മടുത്തു എന്നവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവൾ മടുത്തു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്, ഈ കാലഘട്ടത്തിലാണ് യേശു ഇവളെ ചെന്നിട്ട് പറയുന്നത്, നീ ഇപ്പോഴേ നിങ്ങൾക്ക് അവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, അത് ഞാൻ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് നീ ഇപ്പോഴെങ്കിലും പുതിയ നിയമസഭ തുടങ്ങുകയാണ്, നീ എന്നോട് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യാൻ വാങ്ങിയത്. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് ആത്മാഭിഷേകത്തിൽ വിശ്വസിച്ച് ആത്മനിറവിൻ്റെ ശുശ്രൂഷ ചെയ്യുക. ഇതാണ് യേശു അവളോട് ഉപദേശിച്ചു കൊടുക്കുന്ന സുവിശേഷം. എന്താണ് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, 5 ഭർത്താക്കന്മാർ അവിടെ സ്ഥാപിച്ച 5 ദേവന്മാരാണ്. ക്ലൂ വാക്യത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ ഭർത്താവ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരു മർമ്മമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-3 വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ, നമ്മൾ എന്നുവെച്ചാൽ ജാതികളായ നമ്മൾ, മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഇവിടെയാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും ഒക്കെ പറയുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ 1 മുതൽ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ ഇവിടെ കീഴടങ്ങി അനുസരിച്ചാണ് ഒരു ഭാര്യ ഇരിക്കേണ്ടത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷണഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെ താഴ്മയും വിനയത്തോട് വേണം ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഇരിക്കാൻ. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച്, ഇതാണ് സ്ത്രീകളുടെ അലങ്കാരം, അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പോൾ ഭാര്യ എപ്പോഴും ഒരു ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. പിന്നെ ഇപ്പോഴത്തേത് 50-50 റേഷ്യോ ഒക്കെ വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളല്ലേ മക്കളെ പ്രസവിക്കുന്നത്, എന്നാൽ നിങ്ങളും അങ്ങ് മക്കളെ പ്രസവിര്, ജോലി പകുതി പകുത്തെടുക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. കുറേയൊക്കെ ശരിയും വേണ്ടെന്നൊന്നും പറയുന്നില്ല, അതിനൊന്നും നമ്മൾ എതിരല്ല. നമ്മൾ ഭാര്യയും ഭർത്താവും ഒരു പാർട്ട്ണറാണ്. അത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വേണം ജോലികൾ ചെയ്യാനും. ഭാര്യ ഒരിക്കലും നമ്മുടെ അടിമയായിട്ട് കാണരുത്, നമ്മുടെ ഒരു ശരീരത്തിൻ്റെ പാർട്ടായിട്ട്. ഇന്ന് കൂടുതലും ക്രിസ്ത്യ ജീവിതം അങ്ങനെ ഒത്തിരി സ്വാതന്ത്ര്യം വേണമെന്ന് ഈ ഡയാന രാജകുമാരിയെ പോലുള്ളവരാ പറയുന്നത്. ഞാൻ കീഴ്പ്പെട്ടിരിക്കുമെന്ന് ഒരിക്കലും എഗ്രിമെൻ്റ് ചെയ്യത്തില്ല. നിങ്ങൾ കണ്ടല്ലോ ദൈവസേനയിൽ, അതൊരു എക്സാമ്പിൾ അല്ലേ. അങ്ങനെ ഒരു വാക്ക് അവൾ ആ വിവാഹ എഗ്രിമെൻറ്റിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. അതോടുകൂടി അവൾ എവിടെ ചെന്നെത്തി എന്നൊക്കെ നിങ്ങൾ കണ്ടു. നമ്മൾ ദൈവത്തോട് മല്ല് പിടിക്കാൻ പോകില്ല കേട്ടോ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചോണം, അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമുക്കെല്ലാം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആദ്യം ഇസ്രയേലിന് ആദ്യത്തെ ഭർത്താവ് യഹോവയായിരുന്നു. അവരെ പിന്നെ പല ജ്ഞാനന്മാരെ തിരഞ്ഞുപോയി.
അപ്പോൾ യഹോവ അവർക്ക് ഉപേക്ഷണവർത്തം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ജാതികളിലേക്ക് തിരിഞ്ഞു. വേറൊരു മർമ്മമുണ്ട്. ആ മർമ്മം ഇപ്പം ഞാൻ പറയുന്നില്ല, അടുത്ത ഒരു എപ്പിസോഡ് ഞാൻ പിന്നെ അത് വിവരിക്കാം. യേശു ജാതികളിലേക്ക് വന്നു. അപ്പം ജാതികൾക്കൊരു പ്രശ്നമുണ്ട്. ജാതികളും അവര് വേറൊരു ദേവൻ്റെ കൂടായിരുന്നു, പിശാചിൻ്റെ കൂടായിരുന്നു. ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നവനും അധിപതിയായവനെ സേവിച്ച് നടന്നവരാ. ആര്? നമ്മൾ, ജാതികൾ. അവരെയാണ് യേശു പിന്നെ സ്വീകരിക്കുന്നത്. അപ്പോൾ യേശു സ്വീകരിക്കണമെങ്കിൽ ജോർജ് വർഗീസാകുന്ന എന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കൊരു ഉണ്ടായിരുന്നു. ആ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ, ഭാര്യ ജീവിച്ചിരുന്നാലും ഭർത്താവ് ജീവിച്ചിരുന്നാലും രണ്ടാം വിവാഹം പറ്റത്തില്ല. അത് ദൈവ നിയമമാണ്. അങ്ങനെ വന്നുകൊണ്ടാണ് ജോർജ് വർഗീസാകുന്ന ഞാൻ മരിക്കണം. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിയ ജോർജ് വർഗീസാകുന്ന ഞാൻ പൊങ്ങി വന്നപ്പോൾ പുതിയ ജോർജ് വർഗീസായി. ആ ജോർജ് വർഗീസിനെയാണ് യേശു വിവാഹ ഉടമ്പടി ചെയ്യുന്നത്. കാരണം പഴയ ജോർജ് വർഗീസിന് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പിശാച്. ആ പിശാചിനെ ഇനിയും കൊല്ലുന്നത്, അല്ലെങ്കിൽ അവനെ നരകത്തിലേക്ക് അല്ലെങ്കിൽ അഗ്നികുണ്ഡത്തിലേക്ക് വിടുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. 1000 ആണ്ടേക്ക് അവനെ ബന്ധിക്കുന്നു. 1000 ആണ്ട് ഇവിടെ 1000 ആണ്ട് വാഴ്ച നടക്കുന്നു. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് അവനെ തുറന്നു വിടുന്നു. അവൻ ഗോഗ് മാഗോഗിനെ വീണ്ടും ചേർത്ത് കൊണ്ടുവരുന്നു. 3-ാം ലോകത്തിന് അവരെ ഹെർമഗദോനിൽ വന്നതുപോലെ. അപ്പോൾ ദൈവം തൻ്റെ വായിലെ ശ്വാസത്താൽ, അഗ്നിയാൽ, എസെക്കിയേൽ പ്രവചനം 39 പറയുന്നത്, അഗ്നിയാൽ അവർ ദേശത്തേക്കൊരു തീ അയക്കും. എങ്ങനെ സോദോം ഗൊമോര നശിപ്പിച്ചോ അങ്ങനെ. അന്നാണ് സാത്താൻ നശിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ പഴയ ഭർത്താവ്, നമ്മുടെ എല്ലാം പഴയ ഭർത്താവ്, ആ ഭർത്താവ് അന്നേ മരിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഭർത്താവാകുന്ന പിശാച് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ എൻ്റെ യേശുവിന് വിവാഹ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്ക് സ്നാനപ്പെടേണ്ടി വന്നത്. ഒരു പുതിയ മനുഷ്യൻ, പഴയ ജോർജ് വർഗീസിനെ അടക്കി വെള്ളത്തിനകത്ത് ഒരു പുതിയ ജോർജ് വർഗീസ് ഉയർത്തെഴുന്നേറ്റ് വന്നു. ആ ജോർജ് വർഗീസിനെ എൻ്റെ യേശുവിന് വിവാഹം കഴിക്കാം. ഇനി ഈ മർമ്മത്തിൽ വേറെ കുറച്ചുകൂടെ വിവരിക്കേണ്ടതുണ്ട്. അത് ഈ എപ്പിസോഡ് വളരെ നീണ്ടുപോകുന്നതിനാൽ ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആദ്യം ഇസ്രയേലിൻ്റെ ഭർത്താവ് യഹോവയായിരുന്നു, ദൈവമായിരുന്നു. എന്നാൽ അവർ ജാരന്മാരെ പിന്തുടരുന്നു. അപ്പോൾ ദൈവം അവർക്ക് ഉപേക്ഷണപത്രം കൊടുക്കുന്നു. അവളെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തി. അതിനിടയ്ക്ക് വേറെ ഒത്തിരി മർമ്മങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ എപ്പോഴെങ്കിലും പറയാം. തൽക്കാലം ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ശമരിയ സ്ത്രീയുടെ 5 ഭർത്താക്കന്മാരാരാണ്, ആ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ആരാണെന്നുള്ള മെസ്സേജാണ് തരുന്നത്. ആ ഭർത്താക്കന്മാർ അവർക്ക് ആക്ഷരികമായി ഉണ്ടായിരുന്ന ഭർത്താക്കന്മാരല്ല. അവൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല, ഞാൻ വിവാഹിതയല്ല എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി വിവാഹം കഴിച്ചതാണ്, ഇരുന്നോട്ട്, അതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. ഞങ്ങളുടെ ദേവന്മാർ, ഞങ്ങളുടെ ആൾക്കാർ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് സ്ഥാപിച്ച 5 ജാതീയ ദേവന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരും ഇപ്പോഴുള്ള ഒരു ദേവനും അവിടെ ഉണ്ട്. അതും ഞങ്ങളുടെ ഭർത്താവല്ല. നീ ദൈവപുത്രനാകുന്ന പ്രവാചകനായ ദൈവത്തിന് മനസ്സിലായിരിക്കുന്നു, യേശുക്രിസ്തുവിന് മനസ്സിലായിരിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഞാൻ എന്നെ ഇനിയും കളങ്കപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ ഒരു വഞ്ചകയായിട്ട്, അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുന്നതായിട്ട് കാര്യമില്ല. അവളവിടെ മനസ്സ് മുഴുവൻ തുറന്നു പറഞ്ഞ്, കറക്റ്റാണ് അങ്ങ് പറയുന്നൊരു, അങ്ങൊരു പ്രവാചകനാണ്, അങ്ങ് കറക്റ്റാണ് പറഞ്ഞത്. കാരണം ഈ ശമരിയർക്ക്, ഇവൾ ശമരിയ സ്ത്രീ അല്ല, ശമരിയ ദേശത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു അംബാസിഡറായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ടാണ് വരുന്നത്. ആ ശമര്യരോടുള്ള ഒരു ഉപദേശമാണ് ഇവിടെ പറയുന്നത്. ശമര്യരെ, നിങ്ങൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അത് 5 ദേവന്മാരായിരുന്നു. ആ ദേവന്മാരുടെ പേര് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. സുക്കോത്ത് ബെനേത്ത്, നെർഗാല്, അഷീമ, നിബ്ഹാസ്, തർത്തക്ക്, സെഫരീം ദേവന്മാർ. അവരുടെ പേര്, അവർക്ക് 2 പേരുണ്ട്, അദ്രമലേക്ക്
അനമലയ്ക്കുന്നു അനമലയ്ക്കുന്നു. ഇതാണ് ശമര്യരുടെ 5 ഭർത്താക്കന്മാർ, അല്ലെ ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞ ഭർത്താക്കന്മാർ. അത് ആക്ഷരിക ഭർത്താക്കന്മാരല്ല, അവർ പ്രതിഷ്ഠിച്ച ദേവന്മാരാണ്. ഈ സത്യദൈവത്തെ അറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ദൈവവചനത്തിൻ്റെ വർണ്ണങ്ങളെ ഗ്രഹിപ്പാൻ വരം പ്രാപിച്ചുകൊണ്ട് ഈ സത്യവചനത്തിൻ്റെ വരങ്ങളെ ഗ്രഹിച്ച്, വചനങ്ങളെ ആഴങ്ങളെ ഗ്രഹിച്ച്, നിഴലും പൊരുളും ആത്മീയാർത്ഥങ്ങളും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമുക്കിടതരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.